നമസ്കാരം. ഫുട്ബോൾ ലോകം എല്ലായ്പ്പോഴും കിരീടം ചൂടിയ വിജയികളെ മാത്രമല്ല ഹൃദയത്തിൽ സൂക്ഷിക്കാറുള്ളത്. ചിലപ്പോൾ സ്വപ്നങ്ങളുടെ തൊട്ടരികിൽ വരെ എത്തി പരാജയത്തിൻ്റെ കയ്പുനീർ കുടിക്കേണ്ടി വന്ന പ്രത്യാശയുടെ പ്രതീകങ്ങളെ കൂടിയാണ്. അത്തരത്തിൽ ആധുനിക ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ പോരാളിയും അതേസമയം ലോകകപ്പ് വേദികളിലെ ഏറ്റവും വലിയ ദുരന്ത നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതുമായ കളിക്കാരനാണ് ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച്. കളിക്കളത്തിലെ മാന്ത്രികമായ നീക്കങ്ങൾ കൊണ്ടും പതറാത്ത നായകത്വം കൊണ്ടും ഒരു ചെറിയ രാജ്യത്തെ ലോകത്തിൻ്റെ നിറുകയിലെത്തിക്കാൻ മോഡ്രിച്ച് നടത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. എന്നാൽ ഫുട്ബോൾ ദൈവം പലപ്പോഴും ഈ ഇതിഹാസത്തിന് മുന്നിൽ കനത്ത ദൗർഭാഗ്യങ്ങളുടെ കർട്ടനുകൾ മാത്രമാണ് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കവിതാശകലമായി തുടരുമ്പോഴും മോഡ്രിച്ചിൻ്റെ ലോകകപ്പ് യാത്രകൾ ഭൂരിഭാഗവും ഒരു ദുരന്ത നാടകത്തിൻ്റെ പരിസമാപ്തിയായിട്ടാണ് ഓർമ്മിക്കപ്പെടുന്നത്. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെയോ വമ്പൻ ഫുട്ബോൾ പാരമ്പര്യത്തിൻ്റെയോ തണലിലല്ല ലൂക്ക മോഡ്രിച്ച് വളർന്നു വരുന്നത്. യുദ്ധത്തിൻ്റെ കെടുതികളും അഭയാർത്ഥി ക്യാമ്പിലെ പട്ടിണിയും നേരിട്ടറിഞ്ഞ ഒരു കുട്ടിക്കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ക്രൊയേഷ്യൻ യുദ്ധകാലത്ത് തൻ്റെ മുത്തശ്ശനെ സെർബിയൻ വിമതർ വെടിവെച്ച് കൊല്ലുന്നത് കാണേണ്ടി വന്ന ആ 5 വയസ്സുകാരൻ പിന്നീട് ബോംബുകൾ വർഷിക്കുന്ന നഗരത്തിലെ തകർന്ന ഹോട്ടൽ മൈതാനങ്ങളിലാണ് പന്തുരട്ടി ശീലിക്കുന്നത്. ദാരിദ്ര്യത്തോടും സാഹചര്യങ്ങളോടും പടവെട്ടി യൂറോപ്പിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായി വളർന്ന മോഡ്രിച്ചിൻ്റെ കരുത്ത് അദ്ദേഹത്തിൻ്റെ കളിശൈലിയിലുടനീളം കാണാമായിരുന്നു. ക്ലബ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ വാരിക്കൂട്ടുമ്പോഴും തൻ്റെ രാജ്യത്തിന് ഒരു അന്താരാഷ്ട്ര കിരീടം നേടിക്കൊടുക്കുക എന്നതായിരുന്നു മോഡ്രിച്ചിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നവുമായിട്ടാണ് അദ്ദേഹം ഓരോ ലോകകപ്പ് വേദികളിലും ബൂട്ട് കെട്ടി ഇറങ്ങിയത്. ലൂക്ക മോഡ്രിച്ചിൻ്റെ കരിയറിലെയും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും സുവർണവും എന്നാൽ ഏറ്റവും ഹൃദയഭേദകവുമായ അധ്യായം അരങ്ങേറുന്നത് 2018 റഷ്യൻ ലോകകപ്പിലാണ്. ഫുട്ബോൾ ലോകത്തെ വമ്പന്മാരായ ബ്രസീലോ അർജന്റീനയോ ജർമ്മനിയോ ഫ്രാൻസോ ഒന്നും അല്ലാതിരുന്നിട്ടും ഒരു ശരാശരി ടീം മാത്രമായിരുന്ന ക്രൊയേഷ്യയെ മോഡ്രിച്ച് തൻ്റെ തോളിലേറ്റി ഫൈനൽ വരെ എത്തിച്ചു. പ്രീ ക്വാർട്ടറിലും എക്സ്ട്രാ ടൈമും പെനാൽറ്റി ഷൂട്ടൗട്ടും പിന്നിട്ട് കളിക്കാരുടെ ശരീരമാകെ തളർന്നപ്പോഴും മൈതാന മധ്യത്ത് അക്ഷീണം ഓടി നടന്ന് സഹതാരങ്ങൾക്ക് ആവേശം പകർന്നത് മോഡ്രിച്ച് എന്ന 32കാരനായിരുന്നു. ഒടുവിൽ കലാശ പോരാട്ടത്തിൽ ഫ്രാൻസിന് മുന്നിൽ ക്രൊയേഷ്യ 4-2 കീഴടങ്ങിയപ്പോൾ തകർന്നടിഞ്ഞത് മോഡ്രിച്ചിൻ്റെ ജീവശ്വാസമായിരുന്ന സ്വപ്നമായിരുന്നു. ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം മോഡ്രിച്ചിന് ലഭിച്ചുവെങ്കിലും ആ ട്രോഫി കയ്യിലേന്തി നനഞ്ഞ കൈകളോടെ ഫ്രഞ്ച് പടയുടെ കിരീടധാരണം നോക്കി നിന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിലെ നോവായി മാറി. കിരീടമില്ലാത്ത ആ രാജകുമാരൻ്റെ ചിത്രം ലോകകപ്പിലെ ഏറ്റവും വലിയ ദുരന്ത നായകൻ്റെ നേർക്കാഴ്ചയായിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം 2022 ഖത്തറിൻ്റെ മണ്ണിൽ തൻ്റെ കരിയറിലെ അവസാനത്തെ ലോകകപ്പിനായി 37ാമത്തെ വയസ്സിലും ലൂക്ക മോഡ്രിച്ച് വീണ്ടും എത്തി. പ്രായം തളർത്താത്ത വീര്യവുമായി അദ്ദേഹം നയിച്ച ക്രൊയേഷ്യ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കാനറി പടയായ ബ്രസീലിനെ വരെ ക്വാർട്ടർ ഫൈനലിൽ പുറത്താക്കി മുന്നേറി. എന്നാൽ സെമി ഫൈനലിൽ അർജന്റീനയ്ക്ക് മുന്നിൽ അവർക്ക് കാലിടറി. മെസ്സിയുടെ കരുത്തിന് മുന്നിൽ തോറ്റു തൊപ്പിയിട്ടപ്പോഴും മോഡ്രിച്ച് എന്ന നായകൻ്റെ പോരാട്ടവീര്യത്തെ ലോകം എഴുന്നേറ്റ് നിന്നാണ് ആദരിച്ചത്. 3ാം സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ ജയിച്ച് വെങ്കല മെഡലുമായി മടങ്ങുമ്പോഴും ഒരു ലോകകപ്പ് കിരീടത്തിൽ മുത്തമിടാൻ കഴിയാത്തതിൻ്റെ വലിയൊരു ശൂന്യത ആ മുഖത്ത് പ്രകടമായിരുന്നു. തോൽവികളിലും പതറാതെ പുഞ്ചിരിക്കാൻ ശ്രമിക്കുമ്പോഴും ലോകകപ്പ് ചരിത്രം മോഡ്രിച്ചിന് നൽകിയത് ഒരു അപൂർണമായ കാവ്യത്തിൻ്റെ പദവിയായിരുന്നു. ലൂക്ക മോഡ്രിച്ച് എന്ന കളിക്കാരൻ ലോകകപ്പിലെ ദുരന്ത നായകനാകുന്നത് അദ്ദേഹം പരാജയപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് വിജയത്തിൻ്റെ അത്രമേൽ അരികിലെത്തിയിട്ടും വിധി അദ്ദേഹത്തെ ചതിച്ചത് കൊണ്ടാണ്. ആധുനിക ഫുട്ബോളിലെ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അടക്കി വാണിരുന്ന ബാലൺ ഡിയോർ പുരസ്കാരം വരെ സ്വന്തമാക്കാൻ മോഡ്രിച്ചിൻ്റെ കളിയഴകിന് സാധിച്ചിട്ടുണ്ട്. എന്നിട്ടും ലോകകപ്പിൻ്റെ സുന്ദരമായ സ്വർണ്ണക്കപ്പിൽ ചുംബിക്കാൻ ഭാഗ്യമില്ലാതെ പോയതാണ് അദ്ദേഹത്തെ ഈ ഗണത്തിൽ എത്തിക്കുന്നത്. വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ രാജ്യത്തിൻ്റെ വിജയത്തിന് പ്രാധാന്യം നൽകിയ ഈ മിഡ്ഫീൽഡ് മാസ്ട്രോയ്ക്ക് അർഹിച്ച അംഗീകാരം നൽകാതെ കടന്നുപോയ ലോകകപ്പുകൾ ഫുട്ബോൾ ചരിത്രത്തിലെ വലിയൊരു അനീതിയായി അവശേഷിക്കും. മൈതാനത്തൊഴുക്കിയ ചോരയ്ക്കും കണ്ണീരിനും പകരമായി ഒരു ലോക കിരീടം അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിലും ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ലോകകപ്പിലെ ഏറ്റവും പ്രിയപ്പെട്ട ആദരിക്കപ്പെടുന്ന ദുരന്ത നായകനായി ലൂക്ക മോഡ്രിച്ച് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ TV.